ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്ത് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് അതിനായിട്ടൊരു പാൻ വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യണില്ല കേട്ടോ. കാരണം നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നവരും കുറച്ച് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് സവാളയും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ചോപ്പറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ മസാല വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ടാവും. അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ ചിക്കൻ മസാലയും ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മളെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും മസാല വഴറ്റിയെടുക്കാറ് ഈ ഒരു മസാലപ്പൊടികൾ മാത്രം ചേർത്തിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റ് ആവണ്ട കേട്ടോ, എങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ മസാല. അപ്പോൾ ഒരു പകുതി വേവായാൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ അത് ചൂടാറുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇത് ക്യാരറ്റിൻ്റെ ഷേപ്പിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ മൈദപ്പൊടി ഉപയോഗിച്ചും ചെയ്യാം, പക്ഷേ ഒന്നും കൂടി ഒരു ഫിനിഷിങ്ങും ടേസ്റ്റും കിട്ടുന്നത് ഈ പത്തിരിപ്പൊടിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ശരിക്കും വാട്ടിയെടുക്കുന്ന പോലെ തന്നെ ആ സെയിം അളവിൽ തന്നെ ഉണ്ടോ വെള്ളവും പൊടിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വാട്ടിയെടുത്തത് ഞാനിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതിനും. നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി വെക്കുക. അപ്പോൾ ബോൾസൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒരു ബോൾ എടുത്തിട്ട് നമ്മളിത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കോണാക്കി നമ്മൾ ഇത് മടക്കി എടുക്കുക കേട്ടോ.
ഇതാ ഇതുപോലെ ഒന്ന് കോണാക്കുക, നമ്മൾ കോൺ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ട് ഹോളുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് നമ്മുടെ കയ്യിൽ നനച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും അത് അവിടെ ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഹോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അതിൻ്റെ മുകൾ ഭാഗം മൊത്തത്തിൽ ഉള്ളിലേക്ക് മടക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഒരു ക്യാരറ്റിൻ്റെ ഒരു ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ജസ്റ്റ് കയ്യിലൊക്കെ വെച്ച് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇതാ പ്രസ്സാക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കൊരു ചെറിയ ക്യാരറ്റിൻ്റെ രൂപത്തിൽ കിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നല്ലോണം ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓരോന്ന് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് സൈഡും ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുന്ന ആ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതാ എല്ലാം തന്നെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ക്യാരറ്റിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. ഒരു ടൂത്ത് പിക്കോ ഒരു സ്ക്യൂറോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഹോളാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പിൻ്റെ ഇലയുണ്ട് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലുക്ക് തന്നെ ആകെ മാറും, കാണാനും നല്ല ഭംഗിയായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ ക്യാരറ്റും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. നമ്മൾ ഇഫ്താറും പാർട്ടികളൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നല്ല അഭിപ്രായമായിരിക്കും പറയുക. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിൽ മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിങ് ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഒരു വെറൈറ്റി റെസിപ്പി തന്നെയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ, താങ്ക് യു.